ഡാങ്സൂര്യ ഡാങ്സൂര്യ ഭയങ്കര ഡിമാൻഡാണ്. ഡാങ്സൂര്യ ഉഗ്രൻ ചക്ക. കാര്യം ഇത് വലിയ പൊക്കം വെക്കത്തില്ലേ. ഇത് എത്ര വലുതാണ്. ഇതിനകത്ത് തന്നെ കള പിടിച്ച് കിടക്കുന്ന പ്ലാവുകളുണ്ട്. ഇതിനകത്ത് 1000 രൂപ ഇതെല്ലാം. പിന്നെ ചെറുതാകുമ്പോൾ 300 രൂപ. പക്ഷേ അതൊരു 2-2.5 വർഷം എടുക്കും കായ്ക്കണമെങ്കിൽ. ബ്ലാക്ക് ഡയമണ്ട് വരാം. അതാണ്ട് കാ പിടിച്ചെടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഡയമണ്ട് വഞ്ച ഇഷ്ടം പോലെയാ. ടൈപ്പിംഗ് ആണ് കംപ്ലീറ്റ്. ഇതാണ്ടേ ഇതാ കണ്ടോ. ഇതാണ്ടേ കിടക്കുന്നുണ്ട് വലിയ കായ്. ഇതൊക്കെ ഒരു 500 ഗ്രാമിന് മേളി വരുന്ന കായ്കളാ. ഇത് വളരുമ്പോൾ വലുതാകുമ്പോൾ. ഇതാകുമ്പോൾ 1000 രൂപ ഈ മദർ പ്ലാന്റ് വലുത്. അതാണ്ട് എല്ലാത്തിലും കായ, കംപ്ലീറ്റ് കായ മുഴുവൻ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പേരാണ്. നല്ല ക്രിസ്പിയാണ്. ഓൾ സീസൺ എപ്പോഴും സാധനമുണ്ട്. ഓൾ സീസൺ. അതിന്റെ ഇതിന്റെ ചെറുതായിരിക്കുന്നില്ല. 500 രൂപ തൊട്ട് മേപ്പോട്ട് സ്റ്റാർട്ടിങ് ചെയ്തു. നമസ്കാരം. ഇതുണ്ടോ തായ്പിങ് വരെ ഇപ്പം ഇതുമെന്ന് പറിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ കറ്റാനം ഭരണിക്കാവ് അബ്നാസ് ഗാർഡനിലാണ്. ഇടവിട്ട് ഏകദേശം ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നൊരു സ്ഥലമാണ്. അത്രയധികം പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. കണ്ടോ എൻ്റെ ഈ സൈഡിലിരിക്കുന്ന മുഴുവൻ റെഡ് ഡയമണ്ട് പേരയാണ്. അതിൻ്റെ അപ്പുറത്ത് തായ്പിങ്. ഇത് എല്ലാത്തുമ്പോൾ കായുള്ള പേരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ ചെടികളില്ലേ, നല്ല ഹൈറ്റുള്ള ചെടികൾ, അതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ ഇന്ന് ഈ ഗാർഡൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. അധികം നാളായിട്ടില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട്, എന്നാലും ഒന്നുകൂടെ കാണിച്ചില്ല. കാരണം ഇപ്രാവശ്യം ഒരു അത്യാവശ്യം നല്ലൊരു ലോഡ് വന്നിട്ടുണ്ട്. നമസ്കാരം. തായ്പിങ്ങിന്റെ പേരാണ്. തായ്പിങ്ങിന്റെ പേരയുടെ ഒരു വലിയൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരു 10, 20, 24 വെറൈറ്റി പേരുണ്ട്. ഇതിപ്പോ ഗാർഡന്റെ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് വന്നിട്ട് പിന്നെ റെഡ് ഡയമണ്ടിന്റെ ജപ്പാൻ പേര. റെഡ് ഡയമണ്ട് ആണ്. സീഡ്ലെസ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ തായ്പിങ് അല്ലേ? അത് എങ്ങനെ റേറ്റ്? അത് വന്നിട്ട് അത് 1000 രൂപ. അതിന്റെ മദർ പ്ലാന്റ് 1000 രൂപ. ചെറുതൊക്കെ ആകുമ്പോൾ 250 രൂപ, 300 രൂപയിൽ ചെറുത് ഓടി പോകുന്നുണ്ട്. ഈ കാണുന്ന ഇതെല്ലാം ജപ്പാൻ പേര സീഡ്ലെസ്. ജപ്പാൻ പേര സീഡ്ലെസ് ആണിത്. ഇത് ഓൾ സീസൺ ആണ്. എപ്പോഴും കണ്ടത് ഇതാണ് പൂത്ത് കിടക്കുന്നുണ്ട്. എപ്പോഴും കായും പൂവാണ്. ഇതിന്റെ റേറ്റ് എത്ര? ഇത് റേറ്റ് 1200 രൂപയാണ്. പിന്നെ വന്നെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ റേറ്റ് എത്തിച്ചു കൊടുക്കുന്നത്. അത് എത്തിച്ചുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത്. ഓൾ ഇന്ത്യ ഉണ്ടല്ലോ. ഓൾ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യയിൽ ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഛത്തീസ്ഗഡ്, സൂററ്റ്, അവിടെ പിന്നെ തമിഴ്നാട്ടിൽ ചിന്നൈയിൽ, ജോളാർപേട്ട, തിരൂര്, കരൂർ അവിടെയെല്ലാം നമ്മളിപ്പോൾ കയറ്റി വിടുന്നത്. അത് വന്നിട്ട് മേട്ടൂർ സൂപ്പർ ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു ട്രാൻസ്പോർട്ട് ഏജൻസി ഉണ്ട്. അവരുടെ നമ്മൾ കയറ്റി വിടുന്നതാണ്. ഇതെല്ലാം റെഡ് ഡയമണ്ട് വലുതാണ്. പിന്നെ നമുക്ക് ഇതല്ലാതെ തന്നെ അല്ലേ? ഇതല്ലാതെ തന്നെ ആയിരിക്കുന്നില്ല. പിന്നെ നമുക്ക് കുറേ പിന്നെ മാവിന്റെ കുറേ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ. മാവ് റംബുട്ടാൻ. ഇത് റംബുത്താന്റെ യെല്ലോ, E35 മഞ്ഞ. ഇത് വന്നിട്ട് 1200 രൂപ. ഇത് പന്തലിച്ച് കിടക്കത്തേ ഉള്ളൂ, പൊക്കം വയ്ക്കത്തില്ല. ഇതിന്റെ പ്രത്യേകത അതാണിത്. പിന്നെ മാവിന്റെ ഒരു നല്ല വെറൈറ്റികളുണ്ട്. മാവ് ചന്ദ്രക്കാരന്, പിന്നെ ഇത് ചന്ദ്രക്കാരന്, ഇത് നമ്മുടെ കാലാപ്പാടി, പ്രിയൂര്, പാലിച്ചാമ്പ. ഇത് വലിയ പറക്കാമ്പഴം പോലെയുള്ള വലിപ്പമുള്ള റെഡ് നല്ല ബാരിച്ചാമ്പ. അതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത സാധനങ്ങൾ അതെല്ലാം. പിന്നെ മാവുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കുളമ്പ്, ശ്രീലങ്കൻ കുളമ്പ്, സ്വീറ്റ് കാട്ടിമോൺ, വലിയ തൈ. ഇത് നല്ല സ്മെല്ലും ഭയങ്കര നല്ല മധുരമുള്ളതാണ്. നല്ല മധുരമുള്ള കേടില്ല. പിന്നെ പുറത്ത് നോക്കുമ്പോൾ ഒരു അല്പം ഹാർഡായിട്ട് തോന്നും അതിന്റെ തൊലി പച്ചക്ക് കാണുമ്പോൾ. ഒന്നുമില്ല. പിന്നെ ഇതെല്ലാം കുളമ്പ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഡയമണ്ട് പേര്. അതാണ്ട് കാവടി ചേർക്കുന്നുണ്ട്. ബ്ലാക്ക് ഡയമണ്ട്. ഇത് 1200 രൂപ. അത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന വില. ഇവിടെ വന്നെടുക്കുമ്പോൾ പിന്നെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ എല്ലാത്തിലും കായാണ്. ചില ആൾക്കാർ കായ്ക്കില്ല. അതൊക്കെ ചുമ്മാ പറയുന്നത്. ചിലർ പറയുന്നേക്കാൻ പൊഴിഞ്ഞു പോകുന്നു, ഇങ്ങനെ ഒരു കംപ്ലൈന്റ്. ഒന്നും പൊഴിയത്തില്ല. പിന്നെ ഇത് മാവുകൾ. ഇത് വന്നിട്ട് നമ്മുടെ ഇത് എന്തുവാ, പെർഫ്യൂംഡ് കോക്കനട്ട് മാങ്ങ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കൊസേരി മാവ്. ഇതൊക്കെ കൊസേരി മാവുകൾ. കൊസേരി, വെള്ളക്കുളമ്പ്. നിങ്ങളടുത്ത് ഇതുണ്ടല്ലേ റെഡ് ബാമ്പു? റെഡ് ബാമ്പു ഉണ്ട്. റെഡ് പാം നാണ്ടിരിക്കുന്നത് റെഡ് പാം ഉണ്ട്. മറ്റേ ഇതുണ്ട്, നമ്മുടെ ഫോക്സൈൽ ഉണ്ട്. റെഡ് പാമ്പിന്റെ ചെറുതുണ്ട്, വലുതുണ്ട്. ഗാർഡൻ സെറ്റിങ്ങിന് നമ്മൾ ഗാർഡൻ സെറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. ഗാർഡൻ സെറ്റ് കൊടുക്കുന്നുണ്ട്. ഈയിടെ നമ്മള് ഇവിടെ നമ്മുടെ MA യൂസഫ് അലി സാറിന്റെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് അവിടെ പോയി ചെയ്ത് കൊടുത്തു. അങ്ങനെ അവിടെ ചെയ്ത് കൊടുത്തു. നമ്മളങ്ങനെ പലത്ത് ഇവിടെ ഈയിടെ കുന്നംകുളത്ത് പോയായിരുന്നു. പിന്നെ കാക്കനാട് IT പാർക്കിൽ പോയിരുന്നു. ഇതൊക്കെ സുവർണരേഖ എന്ന് പറയുന്ന മാവാ. ഇതല്ല സുവർണരേഖ. ഇത് നമ്മുടെ മലേഷ്യൻ കുള്ളന്റെ പച്ച, മഞ്ഞ, പിന്നെ ചുമല, പിന്നെ കുറ്റിയാടി, 18ാം പട്ട, ഇതൊക്കെ ആയിരിക്കും. ഇതെല്ലാം അതാണ്. പിന്നെ മാവുകളിൽ ഇത് R2E2, ഇത് R2E2, ഇത് R2E2 ജംബോ. ഇതെല്ലാം മരമാണ്. ഇത് വന്നിട്ട് നമ്മുടെ
നാംഡോക്കുമായിട്ട് ഡാർഫ്. ഇത് ഗ്രീനാ? അല്ല, അത് യെല്ലോ 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 യെല്ലോ. പിന്നെ ഇതെല്ലാം ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, ജമൈക്കൻ സ്റ്റാർ. ഓക്കെ. ആ, ഇത് പച്ചയ്ക്ക് എന്നാലും മഞ്ഞയ്ക്ക് പഴുത്തുന്നാലും മധുരമാണ്. ഇതൊക്കെ മാവുകളാണ്. ഇതെല്ലാം മാവുകൾ. അതിൻ്റെ പൂത്ത് കിടക്കുന്നുണ്ടല്ലേ. ഇത് വെറൈറ്റി ഇത് പിന്നെ 4 kg. 4 kg പൂത്ത് കിടക്കുന്നത്. ഇത് മല്ലിക അല്ലേ? ഇത് മല്ലിക. ഇത് മല്ലികയുടെ നമ്മുടെ ആന്ധ്ര മല്ലിക. ആന്ധ്ര ഇത് ഒരു ഹൈബ്രിഡ് ആണ്, ഒരു കോമ്പിനേഷൻ ഓഫ് നീലം ദസേരി രണ്ടും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ഈ നിൽക്കുന്നത്. ഇത് ആന്ധ്ര. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം. ആ, ഇത് വന്നിട്ട് ഇതുമല്ല, അത് തന്നെ. ഇത് വന്നിട്ട് ചുമന്ന വിയറ്റ്നാം സൂപ്പറിന്റെ റെഡ്. വിയറ്റ്നാം സൂപ്പറിന്റെ റെഡാണ്. ഓൾ സീസൺ ആണ്. ഒരു ചക്ക ഒരു 10-12 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് കേട്ടോ. അങ്ങനെ ഇതായിരിക്കുന്നത് വലുതാ. ഇത് അത് വന്ന് തായ്ലൻഡ് ഓൾ സീസൺ. ആ വലിയ മരം തായ്ലൻഡ് ഓൾ സീസൺ. അത് അതിൻ്റെ കാവടിച്ച് കിടക്കുന്നത്. ഇതെല്ലാം മല്ലിക മാവുകൾ. ഇതൊക്കെയാണ് റേഞ്ച്? 1000 രൂപ. അപ്പോൾ 1000 രൂപ. 1000 രൂപ. ഈ കടക്കനുള്ള കണ്ടില്ലേ? 1000 ആണ് ഒരു ബേസ് റേഞ്ച്. ഒരു ബേസ് റേഞ്ച്. ഈ വലിയ മരങ്ങൾ കണ്ടില്ലേ? ഇത് കടക്കനം കണ്ടില്ലേ? ഇതിനെല്ലാം 1000 രൂപ. ഇതെല്ലാം ഇത് വ്യത്യാസമുണ്ടല്ലോ. ഇത് സുവർണ്ണരേഖ. ഇത് സുവർണ്ണരേഖ. പിന്നെ ഇത് സുവർണ്ണരേഖ. ഇത് പിന്നെ നമ്മുടെ J33. ഇതെല്ലാം J33. ഇതെല്ലാം ഉഗ്രം പ്ലാവട്ടോ. ഉഗ്രം പ്ലാവ്. വിയറ്റ്നാമിനേക്കാളും കൂടുതൽ ആൾക്കാർ വെക്കുന്നതാണല്ലേ? പിന്നെ J33 ഇപ്പൊ വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ചക്ക ചെറുതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഇതുണ്ട്. ഇതാ വലിയ ചക്ക. ഇതെല്ലാം J33 വലുതാ. ഇതൊക്കെ നമ്മളെ ചെത്തിയല്ലോ. ഇത് തെറ്റി, നമ്മളെ മഞ്ഞ തെറ്റി ചുമല. നമ്മുടെ ഇനിയിപ്പോൾ ഇത് എടുക്കാം. അവിടെ അബിയും നോക്കിയിട്ട് അബിയും രംബുത്താനും എടുത്തോണ്ടങ്ങ് പോവാം. അബിയുന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. അബിയും നല്ല കളക്ഷൻ ഉണ്ട്, ഇഷ്ടംപോലെ. ഓ, അബി ഇത് ഹൈബ്രിഡ് ആണ്. വലിയ പൊക്കം വെക്കില്ല. ജയന്റ് ഉണ്ട്. ഇത് ജയന്റ് കൊണ്ട് നിപ്പിളും ഉണ്ട്. 2 ടൈപ്പ് ഉള്ളത്. ഈ കിടക്കുന്ന മുഴുവൻ അതാ. പിന്നെ കാപിടിച്ച് കിടക്കുന്നുണ്ട് അവിടെ. കാണണ്ട അവിടെ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് അല്ലേ. ഇത് മരം എന്തുവേണ്ടത്? ഇത് 1200 രൂപ. ഏറ്റവും കൂടിയത് 1200 രൂപ. ഇതാണ്ട കാപിടിച്ച് കിടക്കുന്നത്. കണ്ട് ഒടിയണ്ട. കണ്ട് എല്ലാത്തിലും ചെറുതുണ്ട്. ഇത് ഇവിടെ കുറച്ച് ചെറിയ മാവുകളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെറിയ മാവുകൾ. ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിനകത്ത് കാട്ടിമണ്ണുണ്ട്, കോട്ടൂർക്കോണുണ്ട്, പിന്നെ സുവർണ്ണരേഖയുണ്ട്, നീലമുണ്ട്. ഏകദേശം ഒരു 250 തൊട്ട് ഒരു 500 മാക്സിമം. ആ റേഞ്ചാണ്. ഏറ്റവും കൂടിയ എക്സോട്ടിക് ഫ്രൂട്ട്സിന് മാത്രം മിയാസാക്കി അങ്ങനെയുള്ളതിനൊക്കെ മാത്രം 500 അതേ ഉള്ളൂ. ബാക്കിയെല്ലാം വന്നിട്ട് 250, 300 ആ റേഞ്ചിൽ നിൽക്കുന്നത്, 500 നിൽക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് ഡയറക്റ്റ് വരുന്നവർക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് വരുന്നവർക്ക് നമുക്ക് മാവേലിക്കരയ്ക്ക് അടുത്ത് കറ്റാനം ഭരണിക്കാവ് ദേവീക്ഷേത്രം. ദേവീക്ഷേത്രത്തിന്റെ ഭൂമിയാണ് ഈ ഭൂമി. അമ്പലത്തിന്റെ ഭൂമിയാണ്. നമ്മൾ ലീസിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഭരണിക്കാവ് അമ്പലത്തിന് മുമ്പിൽ വന്ന് അവിടെ LP സ്കൂളുണ്ട്. ഭരണിക്കാവ് LP സ്കൂളുണ്ട്. അപ്പോൾ വരേണ്ടവർക്ക് വരാം. അല്ലെങ്കിൽ നമ്മളെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധനം നമ്മളെ സമയം അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ പെറ്റ് ട്രാൻസ്പോർട്ടിലൊക്കെ കൊടുത്തു ഹൈവഡയിൽ കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രംബുത്താൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്. N18, N18. ഇതെല്ലാം ഡാർഫ് ടൈപ്പാണ്. അടുത്തൊല്ലം കായ്ക്കുമല്ലോ. ഇതെല്ലാം അടുത്തൊല്ലം കായ്ക്കുന്നതാണ്. അടുത്തൊല്ലം കായ്ക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മുറ്റി നിൽക്കുന്നതാണ്. നല്ല കടക്കാനും കണ്ടില്ലേ? അതിൻ്റെ ബഡ്. ഇതെല്ലാം ബഡാണ്. അതുകൊണ്ട് ഈ നിൽക്കുന്ന മുഴുവനും അതാ. പിന്നെ ഈ പ്ലാവ് വിയറ്റ്നാം സൂപ്പർ യെല്ലോ. അവിടെ ചക്ക പിടിച്ച് കിടക്കുക. എല്ലാം പരിപാടി ഇരിക്കുക. അതെല്ലാം പിന്നെ നമുക്ക് ഇതിൽ പോലെ. ഇതിന് നമുക്ക് ഇങ്ങനെ പോകാം. ഇതിൻ്റെ ഉള്ളിൽ വന്ന വഴിയേറ്റി പോകല. പിന്നെ ഇതെല്ലാം നമ്മുടെ തെങ്ങുകൾ. ഇതെല്ലാം പല തെങ്ങുകളാ. ഇത് നമ്മുടെ പിന്നെ കുറ്റ്യാടിയുണ്ട്. ഇത് നമ്മുടെ D20, മലേഷ്യന്. ഈ സൈഡ് ഇതെല്ലാം അത് തന്നെ. ഇതെല്ലാം മിക്സാ. എല്ലാം മിക്സ് ആയിട്ടിരിക്കുക. നമ്മളിൽ മെയിൻലി വന്നിട്ട് മലേഷ്യന്റെ 3 ടൈപ്പ് ഉണ്ട്. പച്ച, മഞ്ഞ, റെഡ്. പിന്നെ D20, കുറ്റ്യാടി, 18 പാട്ട. ഇത്രയാണ് നമ്മുടെ ഇതിലുള്ളത്. ഇനി നമുക്ക് ജപ്പാൻ പേരുടെ ഒരു വലിയ കളക്ഷൻ. ജപ്പാൻ ചെറുത്. ഇതൊരു 3 അടി ഉണ്ടാവും അല്ലേ? ഒരു 3 അടി. 3 അടി എങ്ങനെയായാലും ഉണ്ടാവും. 3 അടി എന്തായാലും 400. ഇതിൽ 400 രൂപ. 400 രൂപ. പിന്നെ അവിടെ നമ്മുടെ ഇത് കഴിഞ്ഞപ്പോൾ ഇത് ജാർവി റെഡ്. അത് വേറൊരു വെറൈറ്റിയാണ്. ഇത് 500 രൂപ വിലയാണ്. ഇത് അതിന്റെ വലിയ മദർ പ്ലാന്റ്. ഇത് വരുമ്പോഴത്തേന് ഒരു 1500 വില വരുന്നത് ഇതിന്. പിന്നെ ബൾബ് പോലെ ഇരിക്കും. അതും സീഡ്ലെസ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഇവിടെ കഴിച്ചവരൊക്കെ കൊണ്ടുപോയി ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിച്ച വാട്ടിലൊക്കെ ഇതിനകത്തേക്ക് പല മിക്സ് ആണ്. ഇതിനകത്തെല്ലാം. ഇതിനകത്ത് R2 ഉണ്ട്, വിയറ്റ്നാം, നമ്മുടെ പ്രിയൂരുണ്ട്, കോട്ടൂർക്കോണം ഉണ്ട്, പിന്നെ കൊളമ്പുണ്ട്, സുവർണ്ണരേഖയുണ്ട്, നാസി പസന്ത് ഉണ്ട്. നല്ല കടവണ്ണുള്ളതാണ് ഇതെല്ലാം. നല്ല അടിപൊളി മാവുകളാണ് എല്ലാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അർക്കാക്കിരണ്. ഇത് അർക്കാക്കിരനാണ്.
ഇത് നല്ല ചുമലയാണ്, അകത്ത് നല്ല റെഡാണ്, പക്ഷെ അല്പം കുരു കൂടുതലുണ്ട്. അതാണ് ഒരു പ്രത്യേകത. കട്ടി കൂടുതൽ. പിന്നെ ഇവിടെ തായ്പിങ്ങിന്റെ സ്പെഷ്യൽ നല്ല പേരകള്. ഇതെല്ലാം 300 രൂപ. കണ്ട ഇത് നല്ല സോഫ്റ്റ്. കണ്ട നല്ല പേര, എല്ലാത്തിലും കായ. വലിയ കായ എല്ലാത്തിലും ഉണ്ട് കായ. കിടക്കുന്നില്ല കായ, മുഴുവനും കായുള്ളതാ. ഇത് വില എത്ര പറഞ്ഞത്? ഇത് 300 രൂപ വലുത്. ഈ വലുത് ഒരു 3-4 അടിയൊക്കെ ഉണ്ട്. കണ്ട അത് VNR. ആ കാണുന്ന ഇത് VNR, വെജിറ്റബിൾസ് ആൻഡ് റൈസ്. വെജിറ്റബിൾസ് ആൻഡ് റൈസ് ഛത്തീസ്ഗഡിൽ നമ്മൾ മാർക്കറ്റിലൊക്കെ കണ്ട തെർമോക്കോൾ പൊറിഞ്ഞു കിട്ടുന്ന അതേ പേരാ. അതാണിത് വെജിറ്റബിൾസ് ആൻഡ് റൈസ് VNR. പക്ഷേ അത് ആർക്കും ചിലർക്ക് അറിയില്ല. VNR എന്താണെന്ന് ആർക്കും അറിയില്ല. VNR എന്ന് പറയുന്നത്. പിന്നെ സപ്പോർട്ട ഉണ്ടല്ലേ, കാഴ്ച കിടക്കുന്ന സപ്പോർട്ട. ഇത് ക്രിക്കറ്റ് ബോൾ. കണ്ട വലിയത് കണ്ട, വഴുക്കാൻ പുരയെ കിടക്കുന്നത്. ഈ ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്നത് ബോൾ മാരിക്കുന്നത് ക്രിക്കറ്റ് ബോൾ. കാലാപ്പാടി ആ മുട്ടയുടെ ഷേപ്പ് ഇരിക്കുന്നുണ്ട്. ഇത് റംബുട്ടാൻ. ഇതെല്ലാം 1200 രൂപ മാക്സിമം ആ റേഞ്ചേ ഉള്ളൂ. പിന്നെ അതിന്റെ സപ്പോർട്ട എൻ്റെ എല്ലാം നിറച്ച് പൂത്ത് കൊലച്ച് കിടക്കുന്നുണ്ട്. നിറച്ച് പൂത്ത് കിടക്കുന്നു. ഇതൊരു മരം ഫുള്ള് അതെ. റേറ്റ് വരുന്നത് ഇത് 1200 രൂപ വലുത്. ഇത് ബനാന സപ്പോട്ട. ബനാന അതും കാഴ്ചച്ചെടികളാണ്. പിന്നെ ക്രിക്കറ്റ് ബോൾ താണ്ട് എല്ലാം ഇഷ്ടംപോലെ കാഴ്ച അതോടെ എടുക്കുക. പിന്നെ അതിന്റെ ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്, അറിയോ? ബറാബ പിള്ളേർക്ക് ഇഷ്ടമുള്ള മഞ്ഞ സ്വീറ്റ് ആൻഡ് സോർ. ഒരു 90% മധുരവും. ഇത് അതിപ്പോ കാഴ്ച വരുന്നില്ല, പൂത്ത് വരുന്നില്ല. അതൊക്കെ ഓൾ സീസൺ സാധനമാണ്, എപ്പോഴും കായാണ് എപ്പോഴും. പിന്നെ മിറക്കിൾ ഫ്രൂട്ട്. ഇതല്ലേ ബറാബ? ബറാബ ഇത് തന്നെ ബറാബ. ഇത് പഴുക്കണം. ഇത് കണ്ടോ മൊത്തം കായായി. നിറയെ കായ. ഇത് അമ്പഴം. ഇത് സ്വീറ്റ് അമ്പഴം, ശ്രീലങ്കൻ സ്വീറ്റ് അമ്പഴം. ഇതാണ് ഓറഞ്ച്. വലിയ മരങ്ങളാ. ചെറുതൊന്നും അല്ല, നല്ല ആഞ്ഞ മരങ്ങള്. നെല്ലി, നമ്മുടെ ജംബോ വലുത്. നമ്മള് വണ്ടിക്കാരെ കൊണ്ട് കടകളിലൊക്കെ വിൽക്കുന്ന ആ സാധനം. പിന്നെ നമുക്ക് കണ്ട ഇത് മുസംബി, ഇന്ത്യൻ മുസംബി. ഇന്ത്യൻ മുസംബി നല്ല അടിപൊളി. നമ്മുടെ നാട്ടില് നന്നായിട്ട് കായ്ക്കുന്നതാണ്. അതുകൊണ്ടല്ലേ നല്ല ജ്യൂസിയാണ്, വലിപ്പമുണ്ട്. അതുകൊണ്ടല്ലേ മധുരമാണ്. അതുകൊണ്ട് നമ്മളിത് ഇറക്കുന്നത്. ഇത് നാഗ്പൂർ ഓറഞ്ച്. ഭയങ്കര ഡിമാൻഡാണ്. നാഗ്പൂർ ഓറഞ്ച് ഭയങ്കര ഡിമാൻഡാണ്. ഓൾ സീസൺ ആണ്. ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതാണ് സ്ട്രോബെറി പേര. യെല്ലോ. ഇത് 250 രൂപ. ഇതിപ്പോ കായ്ക്കാറായി. അതിന്റെ പോത്ത് തളർത്ത് വരുവാ. ഇത് അതിന്റെ മദർ പ്ലാന്റ്. ഇതൊക്കെ അതിന്റെ മദർ പ്ലാന്റാ. ഇതിന്റെ അകത്തൊക്കെ ഒരു പേരക്കാട് പേരമരങ്ങളാണ്. പേരമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഓറഞ്ച്. ഇനി മട്ടോവ വലുത്. ഇത് പർപ്പിള്. മട്ടോവ പർപ്പിളാ നിൽക്കുന്നത്. ഇത് മാവേത്? ഇത് മാവ്. ഇത് നമ്മുടെ കൊളമ്പ്. പിന്നെ ഏതാണ്ട് ഹിമപസന്ത്, സോറി ഹിമസാഗർ. ചില്ലി മാങ്ങ. ഇത് ബാരിവൺ മാൾട്ട. കാഴ്ച ഉണ്ട്. കാഴ്ച ബാരിവൺ മാൾട്ട. ഇതല്ലേ മറ്റേ പച്ചയില് മധുരമുള്ള? അതെ, പച്ച മധുരമുള്ളതാ. അതെ. അതുപോലെ തന്നെ തായ്ലൻഡ് ഓൾ സീസൺ, സോറി ഇത് ഓൾ സീസൺ പ്ലാവ്. വിയന്ന സൂപ്പർ. റെഡ്. ഇത് റെഡ്. ഇത് J33 മലേഷ്യൻ J33. എനിക്ക് തോന്നുന്നത് വിയറ്റ്നാമിനേക്കാളും കൂടുതൽ ആൾക്കാർ J33 ആവാണ്. കാര്യം വലിയ ഒരിക്കലും ഉണ്ടാവുള്ളൂ അത്. പിന്നെ ഇവിടെ നല്ല നാരകം, ചെറുനാരകം കിടക്കുന്നത്. ഇത് മാർക്കറ്റ് ലെമൺ. നല്ല മാർക്കറ്റ് ലെമൺ നല്ല കിടക്കുന്നത്. ഓൾ സീസൺ ആണ്. ഇത് നല്ല ബുഷിയാണ്. അതാണ് അവിടെ കാഴ്ച കിടക്കുന്നത്. പൂത്ത് കിടക്കുന്ന അവിടെ കാഴ്ച. എന്തോ ചെടി? ഇത് 900 രൂപ. ഈ വലിയ മരത്തിന്. പിന്നെ ചെറുതാകുമ്പോൾ അതിനും കായും പൂവൊക്കെ ഉണ്ടാവും. 200 രൂപ. ഇത് നമ്മുടെ ഇതാണ് ഇത് കാജി ലെമൺ. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഹിമാചൽ പ്രദേശ്. ഇതാണ് സീഡ്ലെസ് ലെമൺ. രണ്ട് ടൈപ്പ് ഉണ്ട്. അല്ല, സോറി, ഇത് നമ്മുടെ തായ് ലെമൺ. ഇത് തായ് ലെമൺ. സീഡ്ലെസ് ആണ്. സീഡ്ലെസ് രണ്ടുണ്ട്. ഉണ്ടയുണ്ട്, നീളമുള്ളതുണ്ട്. മുഴുവനും കമ്പൊടിഞ്ഞു പോകും. അത്രയും വെയിറ്റ് ആണ് ഭയങ്കര. പിന്നെ ഇതെല്ലാം മാവ് മിക്സ് ആയിട്ടുള്ള മാവുകളെല്ലാം. നമ്മൾ പറഞ്ഞ കണക്ക് ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഈ മാവിന് വലിയ വിലയൊന്നും വെച്ചിട്ടില്ല. 800 രൂപയേ ഉള്ളൂ. ഇതിനകത്ത് കുജായി ഉണ്ട്, പിന്നെ കുസം റോഡ് ഉണ്ട്, പിന്നെ നമ്മുടെ മല്ലികയുണ്ട്, അൽഫോൺസോ ഉണ്ട്, ദസേരി ഉണ്ട്, പിന്നെ സൂപ്പർ ക്യൂൻ, അതാണ് കുജായി. അങ്ങ് അറ്റം വരെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രയൂര്, അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. തായ്ലൻഡ് ഓൾ സീസൺ. ഇത് നമ്മുടെ ഫോക്സ് സ്റ്റൈൽ മരം, ഗാർഡനിങ്ങിനുള്ള ഫോക്സ് സ്റ്റൈൽ. ഇത് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചിന്റെ വീണ്ടും കളക്ഷൻ. നാഗ്പൂർ ഓറഞ്ച്. ഇതെല്ലാം നാഗ്പൂർ ഓറഞ്ച്. ഇതെല്ലാം പൂക്കാറായതാ.
ഇത് മുസമ്പി, ഈ നിൽക്കുന്ന മുസമ്പി ഇന്ത്യൻ മുസമ്പിയാണ്, നല്ല വലിയ കായ. ഇത് ലവലോലിക്ക, ലവലോലി, സാധാ ലവലോലി, ലൂബിക്ക, കമ്പിളി നാരകോ? അത് കമ്പിളി നാരകം, നമ്മുടെ ഉള്ള റെഡ്, നമ്മുടെ തായ് റെഡ്, കാവുള്ളതില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം കൂടെ അതൊക്കെ കഴിച്ച സാധനം കഴിച്ച അത് ഞാൻ കഴിക്കാം, നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, ആൾക്കാരുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇതൊക്കെ തന്നെയല്ലേ സീഡ്ലെസ്? ഇതെല്ലാം സീഡ്ലെസ്സാ. പിന്നെ നമ്മുടെ എന്താ പറയാ, ചൈനീസ് ഓറഞ്ച്. ഇത് ചൈനീസ് ഓറഞ്ച്. ചൈനീസ് ഓറഞ്ച് എത്ര റേറ്റ്? ഇത് ചൈനീസ് മുസമ്പിയാണ്. മുസമ്പി എത്ര റേറ്റ്? എത്ര? ചൈനീസ് മുസമ്പി ഇത് 1000 രൂപ. ഇനി ഇതിന്റെ ചൈനീസ് മറ്റേ കാണിക്കണോ, നമ്മുടെ ചൈനീസ് ഓറഞ്ച്, ബുഷ് ഓറഞ്ച്? അത് ഞാൻ കണ്ടോളാം. ഇതൊക്കെ മറ്റേ തായ്ക്കിങ് ഞാവലുകളൊക്കെ ഇതെല്ലാം. പിന്നെ ഇത് മിക്സ് മാവ്, ഇത് നമ്മുടെ ബാലിച്ചാമ്പ. ഓ ശരി, ബാലിച്ചാമ്പ. ഇനിയിപ്പോ അവിടെ കുറച്ച് ഇത് കണ്ടല്ലോ, അടക്കാമരം. ഇത് അടക്ക ഇൻഡർസി മംഗളം. ഇത് കുറച്ച് വലിപ്പമുണ്ടല്ലോ. ഇത് വലിപ്പമുള്ള തയ്യാ, അത് വലിയ തയ്യാ. ഇത് വന്നിട്ട് ഇതിന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ മംഗള അരിക്ക. അതിന് ഒരു പോളി ഹൈബ്രിഡ് ആയത്. ഇത് കർണാടകയില് മംഗലാപുരം അവിടെയാണ് ഇതിന്റെ, ഇപ്പൊ കേരളത്തിലും അവിടെയാണ് ഇതിന്റെ മാക്സിമം പിന്നെ കൃഷി നടക്കുന്നത് അവിടെയാ. ഇത് നമ്മുടെ കണക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു കൊല്ലത്തിലുള്ള? ഇത് ഒരു കൊല്ലത്തില് ഒരു ഈൽഡ് 1500 to 2000 കാവരയാ. കൊമേഴ്ഷ്യലായിട്ട് കിട്ടുന്നതാണ്. അത്രയ്ക്ക് കൊലച്ച് കിടക്കും. പക്ഷെ 2.5 വർഷം 3 വർഷം കൊണ്ട് കായ്ക്കുള്ളത്. അപ്പൊ ഇത് മറ്റേ അവക്കാഡോ? ഇത് ട്രോപ്പിക്കൽ അവക്കാഡോ, പർപ്പിൾ ഹൈബ്രിഡ് ആണ് ഈ നിൽക്കുന്നില്ല. പിന്നെ നമ്മുടെ അതിന്റെ മദർ പ്ലാന്റ് ആയി നിൽക്കുന്നുണ്ട്, ഇവിടെ കണ്ടില്ലേ? ഓ ശരി. ചേട്ടാ ഇത് മറ്റേ സാധനല്ലേ? ഇത് നമ്മുടെ സാന്തോള്, സ്വീറ്റ് സാന്തോള്. ഇത് സ്വീറ്റ് സാന്തോള്, അല്ലെ കോട്ടൺ ഫ്രൂട്ട് എന്ന് പറയും. അപ്പൂ എടുത്ത് കിടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജാതി, കിന്നറ്റുകര. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ഇതിന്റെ, നമ്മുടെ അവക്കാഡോയുടെ ട്രോപ്പിക്കൽ അവക്കാഡോയുടെ മദർ പ്ലാന്റാ. ഈ അവക്കാഡോ എന്തുണ്ട് റേറ്റ്? ഈ അവക്കാഡോ ഒരു 12 രൂപ പോകും. ഓ ശരി, നല്ല വില. ഇതിന് ഗണേശൻ നല്ല ഓൾ സീസൺ ആണ്. നല്ല കട്ടി മീൻസ് വണ്ണമുണ്ട്. പിന്നെ ഇതുവാ എന്താ പറയാ, മധുരവും പിന്നെ ചുമലയും. ഇത് പിന്നെ മാംഗോസിന് ഒബ്ലാങ് എന്ന് പറയും. ഒബ്ലാങ് ഇവിടെ ഒരു ബഡ് ചെയ്ത മാംഗോസ്. അത് കായ്ച്ചോ? കായ്ച്ചു, കാ പറിച്ചതായത്. ബഡ് വരുന്നുണ്ടല്ലേ? ബഡ് വരുന്നുണ്ട്. അവിടെ അപ്പുറത്തിരിക്കുന്നു. ഇതൊക്കെ മദർ പ്ലാന്റുകളാ. ഇതൊക്കെ എത്ര തട്ടുണ്ട്? ഒരു 12. ഇതൊരു 12 ഒന്നുമല്ല, 10-20 തട്ടുകളുണ്ട്. കൊടുക്കാനുള്ളല്ലേ? നിങ്ങൾക്ക് പറിച്ച് കഴിക്കാനുള്ള. ഇതിന്റെ ചെറുത്. ഇത് 2-2.5 വർഷം എടുക്കും. ഇത് വന്നിട്ട് 2500 രൂപ ഒബ്ലോങ്. ഇത് അടക്കം അതിന്റെ ഇൻഡസ്ട്രിയുടെ തന്നെ ആയിരിക്കുന്ന തന്നെ. ഇവിടെ കുറച്ച് ബേറാപ്പിൾ ഉണ്ടല്ലോ. ബേറാപ്പിൾ ആയിരിക്കുന്ന ഗ്രീൻ ബേറാപ്പിൾ. ഇത് ഗ്രീൻ ബേറാപ്പിൾ ആണ്. ഇതാണ് ബെസ്റ്റ്. വലിയ വലിപ്പമുള്ള കായ. അതെ. ഇത് പിന്നെ നമ്മുടെ കാശ്മീർ റെഡ്. ഇത് വന്നിട്ട് നമ്മുടെ അമ്രപ്പാളി. കോമ്പിനേഷൻ ഓഫ് ദശേരിയും നീലം കൊണ്ടുള്ള കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ മാവുകൾ കണ്ടുകൊടുന്നു. ഇവിടെ വണ്ടമാവുണ്ട്. നല്ല അടിപൊളി. ശരിക്കും ഇപ്പോഴാണ് നമ്മൾ ഗാർഡന് മുമ്പിലെത്തിയേട്ടോ. ഗാർഡന് മുമ്പിലെത്തിയത് ഇപ്പോഴാണ്. ഗോൾഡ്. പിന്നെ ബ്രുണൈക്കിങ് കടവണ്ണം കാണിച്ചത്. ഇത് ആപ്പിള് ഇന്ത്യൻ, നമ്മുടെ കാശ്മീർ, നമ്മുടെ ചരമൻ ആപ്പിള്. ചരമൻ. പിന്നെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ തെങ്ങുകളാണ്. ഇതില് നമ്മുടെ തായ്ലൻഡ് മലേഷ്യൻ മഞ്ഞ, പച്ച, മഞ്ഞ, റെഡ്, പിന്നെ കുറ്റ്യാടി, പിന്നെ ഡീൻറ്റുറ്റി, 18-ാം പാട്ട്. എത്ര നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങൾ. ഇനി ആ ഫ്രണ്ട് നമുക്ക് ആരെങ്കിലും വന്നാലേ വഴിയൊന്ന് പറഞ്ഞു കൊടുക്കാം. അതിനടുക്ക് ചട്ടി ഉണ്ടല്ലോ ഇവിടെ കുറച്ച്. കുറെ ചട്ടികളും വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വളങ്ങളാണ്. പോട്ടി മിക്സ്. അത് എന്താ സാധനം? പോട്ടി മിക്സ് പറയുമ്പോൾ ചരിച്ചോറ്, ആണപ്പടിയിലൂടെ, കാട്ടുകാട്ടം, കോഴിക്കാട്ടം ഒക്കെ മുട്ടത്തോടിലാണ് ചേർന്നതാ. പിന്നെ ഈ ചട്ടികള് ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാൻ പറ്റിയ വലിയ ചട്ടികള് 20 ഇഞ്ചിന്റെ. ഇത് 20 അല്ലേ? ഇത് 18, 16, 12 ഇങ്ങനെ 14 വരും. ആ റേറ്റ് എത്ര? ഇത് അത് 450 രൂപ. അത് 15 വർഷം കമ്പനി വാറന്റിയാ. 15 കൊല്ലം വാറന്റി കമ്പനി തരുന്ന. പിന്നെ ഇനിയിപ്പോ കുറച്ച് ഗാർഡൻ പരിപാടി ഉണ്ടല്ലോ ഇവിടെ. ഇത് കുറെ ഗാർഡൻ, യൂജീനിയ. പിന്നെ ഇവിടെ കുറച്ച് ഇതൊക്കെ ഗാർഡനിങ് ഉള്ള പരിപാടി. പിന്നെ കുറച്ച് ചെടികള്, പച്ചക്കറി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാ. പിന്നെ ഇതെല്ലാം ഗാർഡനിങ് ഉള്ള ബാമ്പു. ഇത് ബാമ്പു, ഗോൾഡൻ ബാമ്പു ആയിരിക്കുന്ന ഗോൾഡൻ ബാമ്പു. പിന്നെ ചൈന ഡോള്, ഇത് പണ്ടാനസ്, ഈ മഞ്ഞ പണ്ടാനസ്. ഇതെല്ലാം ഗാർഡൻ സെറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ റൂട്ട് ഒന്ന് കറക്റ്റ് പറഞ്ഞു. റൂട്ട് ശരിക്കും പറഞ്ഞാൽ കറ്റാനം ഭരണിക്കാവട്ടെ. ഇത്
ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ഭരണിക്കാവ് പഞ്ചായത്തിൽ കറ്റാനം ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇത് നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്കൂള്. ഇത് മാവേലിക്കര റോഡാണ്. കറ്റാനത്ത് നിന്ന് വരുവാണെങ്കിൽ കറക്റ്റ് 1.5 കിലോമീറ്റർ വരുമ്പോൾ നമ്മുടെ നേഴ്സിന്റെ മുമ്പിൽ വരും. മാവേലിക്കര വരുവാണെങ്കിൽ 7 കിലോമീറ്റർ വരുമ്പോൾ നമ്മുടെ നേഴ്സിന്റെ മുമ്പിൽ വരും. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി ഡെലിവറി ഉണ്ടോന്നാലും ചോദിക്കേണ്ട, എല്ലായിടത്തും എല്ലാ സാധനങ്ങളും ഏത് വേണേലും വണ്ടികളൊക്കെ എടുക്കണം. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, നമുക്ക് തുടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളങ്ങൾ, ചട്ടികൾ, സാധനങ്ങൾ, പിന്നെ ഇൻസെക്ടിസൈഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് നമ്മുടെ കറ്റാനത്ത് കോയിക്കൽ ചണ്ട എന്ന് പറയും, കോയിക്കൽ ചണ്ട. അപ്പോൾ അതിനകത്ത് നമുക്കെല്ലാം ഈ ചട്ടിയും മറ്റുള്ള ഐറ്റങ്ങൾ മുഴുവനും, പിന്നെ ജൈവവളങ്ങൾ, ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ചകിരിച്ചോറ്, ചാണാപ്പൊടി, എല്ലുപൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇതുണ്ട് ഇനോക്കുലം, നമ്മുടെ വേസ്റ്റ് ഡികമ്പോസർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. ഇത് പച്ചക്കറി വിത്തുകളായതല്ല, ഇത് കൊക്കോപീറ്റ്, പിന്നെ ഇത് കോക്കനട്ട് ചിപ്സ്, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഗ്രോ ബാഗ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സ്, ഇച്ചിരി അത്യാവശ്യം പ്ലാന്റ്സുകൾ, ഇത് പോട്ടുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. ഇതെല്ലാം നമ്മളിത് ഒരുപാട് എത്തിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം. ചെടികൾ അത്യാവശ്യം കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡല്ലേ, അപ്പോൾ കുറച്ചൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. ഗാർഡൻ ടൂൾസുകളുണ്ട് നമ്മുടെ കയ്യിൽ, മുന്തിരി തൈകളുണ്ട്, ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഐറ്റങ്ങൾ, കുറച്ച് ഐറ്റങ്ങൾ. പിന്നെ പോട്ട്, മെയിൻ നമ്മുടെ പോട്ട്, വളങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. നമുക്ക് ഓർഡർ പ്രകാരം നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ടിലോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ എത്തിച്ച് കൊടുക്കണം, ഹൈവേ ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും.